ഒരു കാലത്ത് മാവോയിസ്റ്റ് ഭീതിയുടെ നിഴലിലായിരുന്ന ഛത്തീസ്ഗഡിലെ ബസ്കർ മേഖലയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത് വികസനത്തിന്റെ വാർത്തകളാണ്. മാവോയിസ്റ്റ് ആക്രമണങ്ങളെ തുടർന്ന് നാട് വിടേണ്ടി വന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ സുരക്ഷിതമായി സ്വന്തം ഗ്രാമങ്ങളിലേക്ക് തിരിച്ചെത്തുകയാണ്. മേഖല പൂർണ്ണമായും നക്സൽ വിമുക്തമാകുന്നതോടെ മടങ്ങിയെത്തുന്ന ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരുക്കുകയാണ് സർക്കാരെന്ന് ബസ്കർ കളക്ടർ ആകാശ് കാര വ്യക്തമാക്കി. ഭയത്തിന്റെ കറുത്ത ദിനങ്ങളെ അതിജീവിച്ച് ഛത്തീസ്ഗഡിലെ ബസ്തർ പുതിയൊരു പുലരിയിലേക്ക് ഉണരുകയാണ്. മുൻകാലങ്ങളിൽ മാവോയിസ്റ്റ് അക്രമങ്ങളും ഭീഷണികളും കാരണം ജീവനും കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും പലായനം ചെയ്യേണ്ടി വന്ന കുടുംബങ്ങളാണിപ്പോൾ കൂട്ടത്തോടെ തങ്ങളുടെ സ്വന്തം മണ്ണിലേക്ക് തിരിച്ചെത്തുന്നത്. സുരക്ഷാ സേനകളുടെ ശക്തമായ ഇടപെടലിലൂടെ ബസ്തർ മേഖല ഇപ്പോൾ പൂർണ്ണമായും മാവോയിസ്റ്റ് മുക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മടങ്ങിയെത്തുന്ന കുടുംബങ്ങളുടെ പുനരധിവാസത്തിനാണ് സർക്കാർ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഇവർക്ക് ആവശ്യമായ കുടിവെള്ളം, പാർപ്പിടം, തൊഴിൽ എന്നിവ ഉറപ്പാക്കുവാനുള്ള വികസന പദ്ധതികൾ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് ബസ്തർ കളക്ടർ ആകാശ് ചിക്കാരെ അറിയിച്ചു. ഗ്രാമങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള റോഡ് നിർമ്മാണത്തിനാണ് സർക്കാർ മുഖ്യ പരിഗണന നൽകുന്നത്. सैंक्शन हो चुकी हैं और 292 किलोमीटर का बैच 2 में प्रस्तावित भी हैं। इसी प्रकार से जिले के अंदर 88 वर्तमान में 4G टावर्स जो हैं वो भी बीएसएनएल के द्वारा लगाई जा रही हैं और जो ये परिवार वापस आ रहे हैं इनको बाकी भी जो जैसे पेयजल की सुविधा है, इलेक्ट्रिसिटी की सुविधा है, ये सारी सुविधाएं प्रदान करके एक भयमुक्त वातावरण में इनको अच्छे प्रकार से दोबारा रहने के लिए सभी सुविधाएं प्रदान करने के लिए सरकार की ओर से दिशा निर्देश हैं और लगातार इस डायरेक्शन में काम भी किया जाए. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയുടെ കീഴിൽ വൻതോതിലുള്ള റോഡ് വികസനമാണ് മേഖലയിൽ നടക്കുന്നത്. പദ്ധതിയുടെ 4ാം ഘട്ടത്തിലെ 1ാം ബാച്ചിൽ ഉൾപ്പെടുത്തി 236 കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് ഇതിനകം തന്നെ അനുമതി ലഭിച്ചു. കൂടാതെ 2ാം ബാച്ചായി 292 കിലോമീറ്റർ നീളമുള്ള റോഡുകൾ കൂടി നിർമ്മിക്കുവാനുള്ള നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട്. റോഡ് സൗകര്യങ്ങൾ എത്തുന്നതോടെ ഗ്രാമങ്ങളിലേക്ക് വിദ്യാഭ്യാസവും ആരോഗ്യ സംവിധാനങ്ങളും സുഗമമായി എത്തിക്കാൻ സാധിക്കും. തോക്കുകളുടെയും അക്രമങ്ങളുടെയും വഴിയിൽ നിന്ന് വികസനത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിലേക്ക് ബസ്തർ അതിവേഗം ചുവടുവെക്കുമ്പോൾ അത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറുകയാണ്. ജനം, ഡൽഹി.